ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 28ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ഭരണഘടന, അതേപോലെ തന്നെ കേരളവും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഒരു ടോപ്പിക്കും കൂടി മാത്രമേ നമുക്ക് എടുക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇന്ന് എടുക്കുന്നത് നാച്ചുറൽ സയൻസിൽ നിന്നുള്ള ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ SCRTയിലുള്ള പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് PDF വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജീവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്ത്? കോ എൻസൈംസ് എന്നറിയപ്പെടുന്നവയാണ് എന്ത്? ജീവകങ്ങൾ എന്ന് പറയുന്നത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് എന്ത്? വിറ്റാമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. ഇതൊക്കെ പണ്ട് ചോദിച്ചിരുന്നതാണ് PSC. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? വിറ്റാമിൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് പേര് കൊടുത്തത്, എന്നാൽ വിറ്റാമിൻസിന് പേര് നൽകിയത് ആരാണ്? കസിമർ ഫങ്ക് ആണ് അതിന് പേര് നൽകിയത്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ലയത്വം അനുസരിച്ച് രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വിറ്റാമിൻസിനെ അവയുടെ ലയത്വം അനുസരിച്ച്, അതായത് ജലത്തിൽ ലയിക്കുന്നവ എന്നും അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ജീവകങ്ങളെ ലയത്വം അനുസരിച്ച് ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ADEK എന്ന് പറയുന്ന വൈറ്റമിൻസ് ഒക്കെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്, ഇനിയും ചോദിക്കും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ, ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ്, കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ADEK. ഇനി ഈ വിറ്റാമിൻസ് കൂടുതലായി കഴിഞ്ഞാൽ വിറ്റാമിൻസിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? ഹൈപ്പർ വൈറ്റമിനോസിസ്. അതായത് ആ പേരിൽ നിന്ന് തന്നെ എന്താ? വിറ്റാമിൻസ് അധികമാവുക. അതിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് ഹൈപ്പർ എന്ന വേർഡ് ആധിക്യത്തെയും അപര്യാപ്തതയെ കാണിക്കുന്നതാണ് ഹൈപ്പോ എന്നുള്ളത്. അപ്പോൾ വിറ്റാമിൻസ് കൂടുതലായ അതിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. അതും പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ജീവകം എയെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഇവിടെ തന്നിട്ടുള്ള എല്ലാ പോയിന്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്, ഇതിൻ്റെ ശാസ്ത്രീയ നാമം, ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? റെറ്റിനോൾ. കണ്ണിൻ്റെ ആരോഗ്യത്തിന്, കണ്ണിൻ്റെ മാത്രമല്ല പിന്നെ ഏതൊക്കെയാണ്? മുടി, ത്വക്ക് എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ജീവകം എ എന്ന് പറയുന്നത്. ജീവകം സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ് സംഭരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സംഭരിക്കുന്നത് കരളിലാണ്. അപ്പോൾ ഇത് അധികമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ ആണ് ജീവകം എ എന്ന് പറയുന്നത്. ഇനി പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്താ? കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണ്? ഈ കരോട്ടിനാണ്. ഇനി പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത്? ജീവകം വൈറ്റമിൻ എ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ. ഇനി ഈ വൈറ്റമിൻ എ കണ്ടെത്തിയത് ആരൊക്കെയാണ്? മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുല്ലവുമാണ് ജീവകം എ കണ്ടെത്തിയത്. ഇനി ജീവകം എയുടെ അപര്യാപ്തതാ രോഗങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? നിശാന്തത, മാലക്കണ്ണ് എന്ന് പറയും. നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്. പിന്നെ ഏതാ? സിറോഫ്താൽമിയ. അപ്പോൾ സിറോഫ്താൽമിയ A2-ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. ജീവകം A2-ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ. ഈ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണിയ വരണ്ട്, കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന അവസ്ഥയാണ് എന്ത്? സിറോഫ്താൽമിയ. എന്നാൽ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണെങ്കിലോ അതിനെ നമ്മൾ തിമിരം എന്നാണ് വിളിക്കുക.
ഓക്കെ, ഇത് കോർണിയ വരണ്ട് അധാര്യമാവുന്നത്, ലെൻസ് വരണ്ട് അന്ധത ഉണ്ടാകുന്നതാണ് തിമിരം. അപ്പോൾ കോർണിയ വരണ്ട് അധാര്യമാവുന്ന അവസ്ഥ സിറോഫ്താൽമിയ ഉണ്ടാവാൻ കാരണം ജീവകം A2-ന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് മാലക്കണ്ണ് അഥവാ നിശാന്തത. ഇനി ഈ എ ഏതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുക? ഇലക്കറികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നു. അതായത് ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിലും അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിലും ചേമ്പിലയൊക്കെ ഉണ്ട്. പിന്നെ പാലുൽപ്പന്നങ്ങളിലും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഏത്? ജീവകം എ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ റെറ്റിനോൾ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണ്, മുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ചോദിച്ചിട്ടുള്ളതാണ്. കരളിലാണ് സംഭരിക്കപ്പെടുന്നത്. പ്രോവൈറ്റമിൻ, അതേപോലെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്നത്. ഇത് കണ്ടുപിടിച്ചത്, ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ. പിന്നെ ഇലക്കറികളിൽ നിന്ന് ഏറ്റവും ധാരാളമായി കിട്ടുന്നതാണ് ജീവകം എ. അതും കൂടെ പഠിച്ചു വയ്ക്കാം. ഇനി ബി ആണ്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് ജീവകം ബി എന്ന് പറയുന്നത്, വിറ്റാമിൻ ബി എന്ന് പറയുന്നത്. ഈ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വിറ്റാമിനാണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ ബി ധാരാളമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മുട്ട, പാല്, തവിട് എന്നിവയൊക്കെയാണ്. മുട്ട, പാല്, തവിട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുമ്പോൾ B1, B2, B5 അങ്ങനെ കുറേ വേർഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. വിറ്റാമിൻ B1ൻ്റെ പേര് പഠിച്ചിരിക്കണം. എന്താ? തയാമിനാണ്. ശാസ്ത്രീയ നാമം തയാമിൻ. ഇതിൽ പറയുന്ന എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ SCRT ഉള്ളതുമാണ്. അപ്പോൾ SCRT നിന്നുള്ള ആ ഭാഗം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ B1 എന്ന് പറയുന്നത് എന്താ? തയാമിനാണ്. അരിയുടെ തവിടിൽ ധാരാളമുള്ളതാണ് B1. അരിയുടെ തവിടിൽ. അപ്പോൾ അരിയിൽ നിന്ന്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അരിയിൽ നിന്ന് തവിട് നീക്കം ചെയ്താൽ നമുക്ക് നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാ? B1 ആണ്. കാരണം ആ തവിടിൽ അടങ്ങിയിട്ടുള്ളത് B1 ആണ്. അപ്പോൾ തവിട് നീക്കം ചെയ്താൽ B1ഉം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B1. ഈ B1ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാണ്ട് എന്നറിയപ്പെടുന്ന രോഗമാണ് ബെറി. അപ്പോൾ ഐ കാണ്ട് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ബെറി. അപര്യാപ്തത രോഗം എന്തിൻ്റെ? B1ൻ്റെ അപര്യാപ്തത രോഗമാണ്. ഇനി ഈ B1 അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് ജീവകം B1. അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്ന ജീവകം ഏതാ? ജീവകം B1 ആണ്. ഓർത്തിരിക്കുക. ഇനി B2 എന്ത് പേരിൽ അറിയപ്പെടുക? റൈബോഫ്ലാവിൻ. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ, അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നുണ്ട്. പാലിന് മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ് B2. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പാലിൻ്റെ നിറം മങ്ങലിന് കാരണം എന്താ? B2ൻ്റെ അഭാവമാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ്. അതേപോലെ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു. B3 എന്താ? B3 എന്ന് പറഞ്ഞാൽ നിയാസിനാണ്. B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ത്വക്ക് ഇങ്ങനെ വരണ്ടതായി പോവുക, ത്വക്ക് പരുക്കനായി പോകുന്ന അവസ്ഥ. അതായത് ഇപ്പോൾ പ്രകാശമേൽക്കുന്ന ഭാഗത്തൊക്കെ ത്വക്ക് പരുക്കനായി മാറുന്ന അവസ്ഥയെ നമ്മൾ പെല്ലഗ്ര എന്ന് പറയാം. അപ്പോൾ ഇതിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ അപര്യാപ്തതാ രോഗം. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തതാ രോഗം. സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തതാ രോഗമാണ് എന്ത്? B3 എന്ന് പറയുന്നത്. B3 പെല്ലഗ്രയെ പറ്റി പറയുന്നതാണ് കേട്ടോ. പെല്ലഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വക്കിനുണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തതാ രോഗമാണ് ഏത്? പെല്ലഗ്ര. അപ്പോൾ B3യിൽ പെല്ലഗ്ര പഠിച്ചു വയ്ക്കുക. B5ൻ്റെ നാമം പഠിച്ചു വയ്ക്കുക. പാന്തോതെനിക് ആസിഡാണ്. B6 ആണെങ്കിൽ എന്താ? പിരിഡോക്സിൻ. B6ൻ്റെ അപര്യാപ്തതാ രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. അപര്യാപ്തതാ രോഗം മൈക്രോസൈറ്റിക് അനീമിയാണ് B6ൻ്റെ അപര്യാപ്തതാ രോഗം. പിരിഡോക്സിൻ.
ഇനി B7 ഇമ്പോർട്ടൻ്റ് ആണ്. B7 അറിയപ്പെടുന്നത് ബയോട്ടിൻ അഥവാ വൈറ്റമിൻ എച്ച് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ വൈറ്റമിൻ ജി പഠിച്ചു, അത് മാറിപ്പോരുത് കണ്ടോ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാ? B7 ആണ്. അപ്പോൾ വൈറ്റമിൻ എച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? B7 ആണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുക. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ്. എയ്ഡ്സിൻ്റെ ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. അപ്പോൾ ഈ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ് വൈറ്റമിൻ എച്ച്. ഇനി B9 ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നതാണ്. B9 ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നതാണ്. B9 ഫോളിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് B9. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എല്ലാം പ്രീവിയസ് ആണ്. ഇനി B12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. B12 സയനോകൊബാലമിൻ എന്നാണ് അറിയപ്പെടുക. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ഏത്? B12 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൊബാൾട്ട് അടങ്ങിയ ജീവകവുമാണ് B12. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഇനി ജീവകം സി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ജീവകം സി എന്ന് ചോദിക്കാറുണ്ട്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താ? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകമാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന, അതൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം, രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത്, അതായത് ചൂടാക്കുമ്പോൾ പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്. പിന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. പിന്നെ മുറിവുണങ്ങാൻ സഹായിക്കുന്നത് ഏതാണ്? സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്നു. അതേപോലെ പുളിരുചിയുള്ള പഴങ്ങളിൽ, ഓറഞ്ചൊക്കെ പോലുള്ള പുളിരുചിയുള്ള പഴങ്ങളിലുള്ളതാണ് ഇത്. പിന്നെ ഏതൊക്കെയാണ്? നെല്ലിക്ക, പപ്പായ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആണ്. നെല്ലിക്ക, പപ്പായ എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത വൈറ്റമിനാണ്. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നു. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം സി എന്ന് പറയുന്നത്. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് എന്ത്? സ്കർവി എന്ന് പറയുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഈ സ്കർവിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മോണയിൽ പഴുപ്പ്, ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്നു. പുളിരുചിയുള്ള പഴങ്ങളിലെ പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്തത്, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത്, അപര്യാപ്തത രോഗം സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാവാൻ കാരണം ഏതാ? സ്കർവിയാണ്. ഇനി ജീവകം ഡി എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. എന്നറിയപ്പെടുന്നു. അസ്ഥികളുടെയും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. അസ്ഥികൾ, എല്ല്, പല്ല് എന്നിവയുടെ ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. കാൽസ്യത്തിൻ്റെ ആഗിരണം, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇരുമ്പിൻ്റെ ആഗിരണം അല്ലേ? ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സി ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് ജീവകം ഡി ആണ്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കാരണം എന്താ? അത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കില്ല. കണ്ടോ, പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിനാണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. പിന്നെ അതുകൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഡി ആണ്.
ഇനി മത്സ്യ എണ്ണയിൽ ധാരാളമായിട്ടുള്ളത് ജീവകം ഡി ആണ്. അപ്പം ജീവകം ഡി അടങ്ങിയിട്ടുള്ളത് ഏതിലൊക്കെയാണ്? മത്സ്യ എണ്ണയിലും പാലുൽപ്പന്നങ്ങളിലും മത്സ്യ എണ്ണയിലും ധാരാളമായി അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ഡി ആണ്. പിന്നെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കില്ല. ഇനി ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ്, ഓക്കെ, ഈ വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ്, ഏത് കൊഴുപ്പാണ് വൈറ്റമിൻ ഡി ആയിട്ട് മാറുന്നത്? ഏതാ? എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന കൊഴുപ്പാണ് വൈറ്റമിൻ ഡി ആയിട്ട് മാറുന്നത് എന്നുള്ളൂടെ പഠിച്ചു വയ്ക്കും. ഇനി ഇ ആണ്. ജീവകം ഇ എന്ന് പറഞ്ഞാൽ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നതാണ് ജീവകം ഇ. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നു. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ്. ഇനി ഇത് ഹോർമോണായും നിരോക്സികാരിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് ജീവകം ഇ എന്ന് പറയുന്നത്. സസ്യ എണ്ണകളിൽ ധാരാളമായി കാണപ്പെടുന്നതാണ് ഇ. അപ്പോൾ നമ്മൾ പറഞ്ഞു മത്സ്യ എണ്ണയിൽ ധാരാളമായിട്ടുള്ളത് ഏതാ? ഡി ആണ്. സസ്യ എണ്ണയിലാണെങ്കിൽ ഇ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്താ? വന്ധ്യതയാണ്. അപര്യാപ്തതാ രോഗം വന്ധ്യതയാണ്. അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നു നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഹോർമോണായും നിരോക്സികാരിയായിട്ടും പ്രവർത്തിക്കുന്ന ജീവകമാണ്. സസ്യ എണ്ണകളിൽ ധാരാളമായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഇനി ജീവകം കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവകം കെ. ഫില്ലോക്യുനോൺ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. എന്താ? ഫില്ലോക്യുനോൺ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അപ്പോൾ മുറിവിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം നിൽക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം കെയുടെ അഭാവമാണ്. ഓക്കെ, അപ്പം മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാൻ കാരണം, അവിടെ രക്തം കട്ട പിടിക്കുന്നില്ല. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാൻ കാരണം ജീവകം കെയുടെ അപര്യാപ്തതയാണ്. കാരണം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ ആണ്. അപ്പോൾ അവിടെ രക്തം കട്ട പിടിക്കുന്നില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രക്തസ്രാവം ഉണ്ടാവാൻ കാരണം. ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാ? ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സി ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് കെ. ഇനി വൻകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. വൻകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. കരളിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ഇ ആണ്. കരളിൻ്റെ പ്രവർത്തനത്തിന് ഏതാണ്? കെ ആണ്. ഓക്കെ, ഇനി ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ എന്നും കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കെ ആണ്. ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി ഈ ജീവകം കെയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുവാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏതാ? പ്രോത്രോംബിൻ. പ്രോത്രോംബിൻ ആണ് ജീവകം കെയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. അപ്പോൾ ജീവകം കെ എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് കാബേജ്, കോളിഫ്ലവർ എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്, മുട്ട എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ജീവകം കെ. ഇതിൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? ഹീമോഫീലിയയാണ്. അപ്പോൾ ലോക ഹീമോഫീലിയ ഡേ ആണ് ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ഡേ ആണ് എന്ത്? ഏപ്രിൽ 17 എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലോക്വിനോൺ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, വൻകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്നത്, കരളിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു, ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഇതിലടങ്ങിയിട്ടുള്ള രാസവസ്തു പ്രോത്രോംബിനാണ്. അപര്യാപ്തതാ രോഗം ഹീമോഫീലിയ ആണ്. ലോക ഹീമോഫീലിയ ഡേ ഏപ്രിൽ 17 ആണ്. കേബേജ്, കോളിഫ്ലവർ, മുട്ട എന്നിവയിലൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് ഏതാ? ജീവകം കെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? ചൂടാക്കുമ്പോൾ സി ആണ്, തണുപ്പിക്കുമ്പോൾ ഇത് ഏതാ? കെ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ ഇ ആണ്, കരളിനെ സംരക്ഷിക്കുന്നത് കെ ആണ്. അതേപോലെ നമ്മൾ പറഞ്ഞാണ്
എന്താ കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നത് ഡിയും ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നത് ഏതാ സിയുമാണ്. കാൽസ്യത്തിൻ്റെ ഡി, ഇരുമ്പിൻ്റെ സി. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇതിൽ നിന്ന് തന്നെയാണ് കണ്ടോ, ഇപ്പം നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞില്ലേ, അതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു ഡയഗ്രാണ്. അതിൽ ഈ പോയിന്റുകൾ ഇതേപോലെ ഇപ്പോൾ അടുത്ത് നടക്കുന്ന പരീക്ഷകളിലൊക്കെ PSC ചോദിക്കുന്നത് ഇതേ പോയിന്റ് അതേപോലെ എടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് എ നോക്കാം. എ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറിൻ്റെ ഇല, ചേമ്പില, മുരിങ്ങയില, അതായത് ഇലക്കറികൾ, പാല് എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എ. പിന്നെ കണ്ണ്, ത്വക്ക്, മുടി, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. അപ്പോൾ ഈ 2 പോയിന്റ് ഒരിക്കലും വിടാൻ പാടില്ല, കാരണം SCERT പോയിന്റാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കുക. പിന്നെ എക്സ്ട്രാ പോയിന്റ് നമ്മൾ പറഞ്ഞതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം എ എന്ന് പറയുന്നത്. ബിയോ, ബി പറഞ്ഞിട്ടുള്ളത് ധാന്യങ്ങളുടെ തവിടിൽ മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെ എന്തുണ്ട്? ബി ഉണ്ട്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ, കണ്ടോ, ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ആണ് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ. ഇനി സി ആണെങ്കിലോ, സി എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലിക്ക, പപ്പായ, പഴങ്ങൾ, പുളിരുചിയുള്ള പഴങ്ങൾ, മുരിങ്ങയില എന്നിവയിലൊക്കെ എന്തുണ്ട്? സി ഉണ്ട്. ഇനി ഈ പോയിന്റ് നോക്കണം. ത്വക്ക്, പല്ല്, മോണ, കണ്ട ഈ മോണ എന്ന് വാക്കുണ്ടെങ്കിൽ അത് സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ, മോണ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് സി ആണ്. ഇനി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഈ ത്വക്ക് ഉണ്ട് കണ്ടോ, അതെ, ത്വക്ക്, മുടി, കണ്ണ്. ഇവിടെ കണ്ണ് എന്നുള്ളതാണ് നമ്മുടെ ഹിൻഡ്. കണ്ണ് എന്ന് പറഞ്ഞാൽ അവിടെ വൈറ്റമിൻ എ ആണ് വരേണ്ടത്. മോണ, പല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോണ വന്നു കഴിഞ്ഞാൽ അവിടെ സി ആണ് വരേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ എന്താണുള്ളത്? കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്നൊക്കെയാണ് കെ കിട്ടുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് കൊയാഗുലേഷൻ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് കെ എന്ന് പറയുന്നത്. ഇനി സസ്യ എണ്ണകളിലുള്ളതാണ് ഇ. സസ്യ എണ്ണകളിൽ നിന്നാണ് ഇ കിട്ടുന്നത്. അപ്പം നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. ഈ നാഡി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും. നാഡികൾ, ചുവന്ന രക്താണുക്കൾ. ഇവിടെയും ചുവന്ന രക്താണുക്കൾ ഉണ്ട് കണ്ടോ. ബി എന്ന് പറയുമ്പോൾ ചുവന്ന രക്താണുക്കൾ ത്വക്കിൻ്റെ ആരോഗ്യമാണ്. ഇവിടെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. എല്ല്, പല്ല്, അസ്ഥി അതിൻ്റെയൊക്കെ ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെയൊക്കെ ആഗിരണത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് ഡി ആണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. പാലുൽപ്പന്നങ്ങളിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട് കേട്ടോ. സസ്യ എണ്ണ പോലെ തന്നെ ഇവിടെ ഏതാ? മത്സ്യ എണ്ണ, പാലുൽപ്പന്നം. പിന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഡി എന്ന് പറയുന്നത്. ഇനി ഏത് കൊഴുപ്പാണ് ഡി ആയിട്ട് മാറുന്നത്? എർഗോസ്റ്റിറോൾ ആണ്. അതും നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ ഒരു ടേബിളും കൂടി ടെക്സ്റ്റിലത്തെ പഠിക്കുക. എന്താണ്? വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് നിശാന്തത. അതിൻ്റെ ലക്ഷണം എന്താ? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമല്ല. അതാണ് നിശാന്തത. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കർവിയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഏതാ? സ്കർവിയാണ്. വൈറ്റമിൻ ഡി, കണ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് കണ അഥവാ റിക്കറ്റ്സ്. കണ അഥവാ റിക്കറ്റ്സ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇനി ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തൊണ്ടയിൽ മുഴ. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ്. അതിനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുക. ഇരുമ്പിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. 1 പോയിന്റ് പോലും വിടാതെ ഇതൊന്ന് പഠിക്കുക. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്